ഏറ്റവും ശക്തി കൂടിയ രശ്മികളാണ് ഇപ്പോൾ കേരളത്തിൽ നേരിട്ട് പതിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഈ ചൂട് പുറത്തേക്ക് പോകുന്നില്ല ഒരു രീതിയിലും, അന്തരീക്ഷത്തിൻ്റെ മുകൾ തട്ടുകളിലേക്ക് പോകുന്നില്ല, വശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ ആ ചൂട് ഇങ്ങനെ കെട്ടി നിൽക്കുന്ന പോലെ ഒരു പ്രതീതി. ഈ ആന്റി സൈക്ലോണിന്റെ ഒരു സാന്നിധ്യത്തിൽ ടെമ്പറേച്ചർ രാത്രിയും കൂടി നിൽക്കുന്നു. ഈ വർഷം ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് കണ്ടീഷൻസിലുള്ള വാർണിംഗ് ഇഷ്യൂ ചെയ്ത ദിവസങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ്. സാധാരണ വർഷങ്ങളിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ സമയത്ത് നമുക്ക് വേനൽ മഴ കിട്ടും. പലപ്പോഴും ഈ കാഠിന്യം അറിയാതെ പോവുകയാണ്. കുറേയൊക്കെ ഈ കാർബൺ പുറന്തള്ളലും ആഗോള താപനവുമായി ബന്ധപ്പെട്ട് ഈ എൽനിനോയുടെ സ്വാധീനം കൂടുന്നുണ്ട്. നമ്മൾ ഈ ആഗോള താപനം എന്ന് പറഞ്ഞാൽ നമ്മളെ ബാധിച്ചു കഴിഞ്ഞ ഒരു കാര്യമാണ്. നമ്മൾ അതിൽ കൂടി തന്നെയാണ് പോകുന്നത്. അതുകൊണ്ടുണ്ടായിരുന്ന കാലാവസ്ഥ വ്യതിയാനം നമ്മളെല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഗ്ലോബലി എല്ലാ സ്ഥലത്തെയും കാലാവസ്ഥയെ മാറ്റിമറിക്കാൻ ശക്തിയുള്ള ഒരു വ്യത്യാസമാണിത്. വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ വീണ്ടും ഒരു എൽനിനോയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ അതിശക്തമായൊരു ചൂട് വരുന്നൊരു സാഹചര്യത്തിൽ ഈ ഡാമുകളിലൊക്കെ വലിയ തോതിൽ വരൾച്ച ഉണ്ടാകുന്നു, ഡാമുകളിൽ ജലനിരപ്പ് താഴുന്നു. അപ്പോൾ നമ്മളുടെ ഒരു സ്റ്റോറേജ് കപ്പാസിറ്റിയെ കോമ്പൻസേറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ളൊരു മഴ മെയ് മാസത്തിൽ കിട്ടാൻ സാധ്യതയുണ്ട്. ഹിസ്റ്റോറിക്കലി മെയ് ആദ്യ വാരത്തോടുകൂടി ഈ ഏറ്റവും കഠിനമായ വേനൽക്കാലം നമുക്ക് കഴിയുന്നതാണ് കണ്ടുവന്നിട്ടില്ല. അന്തരീക്ഷം തണുക്കുന്നതിനും നമ്മൾ ഈ അസഹനീയമായ ഒരു അവസ്ഥയ്ക്ക് ഒരു അവസാനം ഉണ്ടാകുമെന്നാണ് നമ്മളുടെ അനാലിസിസ് കാണിക്കുന്നത്. കടുത്ത ചൂടിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. അതിന് പിന്നാലെ എൽനിനോ പ്രതിഭാസത്തിൻ്റെ ആഘാതം വരാനിരിക്കുന്നു. സങ്കീർണമാകുകയാണ് കാലാവസ്ഥ. നമുക്ക് തിരുവനന്തപുരം IMT കേന്ദ്രത്തിലെ മേധാവി നീത ഗോപാലിനോട് കാലാവസ്ഥയുടെ മാറ്റങ്ങളും കാലാവസ്ഥയെ സംബന്ധിച്ചും കൂടുതൽ ചോദിച്ചറിയേണ്ടതുണ്ട്, പ്രത്യേകിച്ച് ഈ ചൂടിൻ്റെ സാഹചര്യത്തിൽ. നമസ്കാരം മാഡം. ഇപ്പോൾ കടുത്ത ചൂടാണ്, വല്ലാത്ത ചൂടാണ്, പുറത്തിറങ്ങാൻ പറ്റാത്തൊരു ചൂടൊക്കെയാണ്, പൊള്ളുന്ന പോലെയാണ് തോന്നുന്നത്. ഇത്രയും കടുത്ത ചൂടുണ്ടാകാനുള്ളൊരു കാരണം, നേരത്തെ ഇത്തരത്തിൽ ചൂടുണ്ടായിട്ടുണ്ട്, പക്ഷേ അത് സെൻസ് ചെയ്യുന്നൊരു സാഹചര്യം ഇപ്പോഴാണ് ഉണ്ടായിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ ഒരു അടിസ്ഥാന ശാസ്ത്രീയ വശം? ഏറ്റവും പ്രാഥമികമായി പറയേണ്ടത് നമ്മുടെ ഈ സീസണാണ്. അതായത് നമ്മുടെ ഈ സമയം കേരളത്തെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ്റെ ലംബമായ രശ്മികൾ കേരളത്തിൽ കിട്ടുന്ന ഒരു സമയമാണ്. അതായത് ഏറ്റവും ശക്തി കൂടിയ രശ്മികളാണ് ഇപ്പോൾ കേരളത്തിൽ നേരിട്ട് പതിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ വേനലിൻ്റെ ഏറ്റവും കാഠിന്യമേറിയ സമയം എന്ന് പറയാം. സാധാരണ വർഷങ്ങളിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ സമയത്ത് നമുക്ക് വേനൽ മഴ കിട്ടും. അപ്പോൾ നമ്മൾ ഈ വേനൽ മഴയും അല്ലെങ്കിൽ അതിൻ്റെ കാർമേഘങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സൂര്യൻ്റെ ഈ തീക്ഷ്ണതയേറിയ ഈ രശ്മികൾ അത് കട്ട് ഓഫ് ആകുന്നു. അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ കാഠിന്യം അറിയാതെ പോവുകയാണ്. നമ്മൾ ജ്യോതിശാസ്ത്രപരമായിട്ട് പറയുവാണെങ്കിൽ എല്ലായ്പ്പോഴും ഉള്ളൊരു കാര്യമാണ്, എല്ലാ വർഷവും ഉള്ളതാണ്. ഈ വർഷം ഇല്ലാതെ പോയത് മഴയാണ്. അപ്പോൾ മഴയുടെ ഒരു കുറവ് കൊണ്ടാണ് നമുക്ക് ഈ വർഷം ഇത്ര അതികഠിനമായ ഒരു ചൂട് തോന്നാൻ കാരണം. കാരണം ഈ നമ്മളിപ്പോൾ സീസണൽ ടോട്ടൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതുവരെയ്ക്കും കിട്ടിയത് ഏകദേശം നമുക്ക് പറയാം ഒരു 50% മഴ കുറവാണെന്ന് പറയാം ഈ വർഷം കിട്ടിയത്. ഇത് നമുക്ക് ഏപ്രിലിൽ പൊതുവേ കുറച്ച് നല്ല രീതിയിലൊക്കെ മഴ കിട്ടുന്നതാണ്. പക്ഷേ ഈ വർഷം നമുക്ക് കിട്ടിയിരിക്കുന്നത് വളരെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രമേ മഴ കിട്ടിയിരിക്കുന്നു. അതും കിട്ടിയിരിക്കുന്ന ദിവസങ്ങളുടെ എണ്ണം വളരെ കുറവാണ്, കിട്ടിയിരിക്കുന്ന അളവിൽ വളരെ കുറവാണ്. ഈ ഘടകങ്ങളെല്ലാം കൂടി ഒന്നിച്ച് വന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും കടുപ്പമേറിയ ചൂട് അനുഭവപ്പെടേണ്ടി വന്നത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഈ മൂർധന്യാവസ്ഥയിൽ നമുക്ക് ഈ സൂര്യപ്രകാശം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അന്തരീക്ഷം തണുക്കാതിരുന്ന ഒരവസ്ഥയുണ്ട്. രാത്രി കാലങ്ങളിൽ പോലും തണുക്കാതിരുന്ന ഒരവസ്ഥ നമുക്ക് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു. ഒരു പ്രതിചക്രവാതം അല്ലെങ്കിൽ ഒരു ആൻറ്റി സൈക്ലോൺ കർണാടകത്തിനടുത്തായിട്ട് അന്തരീക്ഷത്തിലെ ഒരു അപ്പർ ലെവൽസിലുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ അതായത് നമ്മുടെ ഈ ചക്രവാത ചുഴിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു വിൻഡ് സർക്കുലേഷനാണ് ഈ പ്രതിചക്രവാതം അല്ലെങ്കിൽ ആൻറ്റി സൈക്ലോൺ എന്ന് പറയുന്നത്. അപ്പോൾ ആൻറ്റി സൈക്ലോൺ ഉള്ളപ്പോൾ വായു താഴേക്കാണ് അതിൻ്റെ ഒരു റിസൾട്ടൻ്റ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ അത് വായു കൂടുതൽ ചൂടാകുവാനേ സഹായിക്കുകയുള്ളൂ. അപ്പോൾ എന്ന് മാത്രമല്ല അന്തരീക്ഷം അത് വെച്ചാൽ വേറൊരു തരത്തിൽ പറഞ്ഞാൽ അന്തരീക്ഷം തണുക്കാതിരിക്കാനാണ് ഈ ആൻറ്റി സൈക്ലോണിൻ്റെ പ്രസൻസ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് രാത്രി കാലങ്ങളിലും മിനിമം ടെമ്പറേച്ചേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല ദിവസങ്ങളിലും പല സ്റ്റേഷനിലും 27, 28, 29 ഡിഗ്രി വരെയൊക്കെ ടെമ്പറേച്ചറും നമ്മുടെ ഈ രാവിലെ കാലത്തെ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം ഏറ്റവും കുറഞ്ഞ താപനില പോലും 28, 29 ഡിഗ്രി വരെ പല ദിവസങ്ങളിലുണ്ടായിരുന്നു. അപ്പോൾ അതായത് ഒരു ദിവസത്തെ നമ്മുടെ മിനിമം അല്ലെങ്കിൽ കുറഞ്ഞ താപനിലയാണെങ്കിലും കൂടിയ താപനിലയാണെങ്കിലും അതെല്ലാം ശരാശരിയേക്കാളും വളരെ കൂടുതലായിരുന്നു. അപ്പോൾ ഒരു പ്രൊലോങ്ഡ് സ്പെൽ ഓഫ് ഹൈ ടെമ്പറേച്ചർ നമുക്ക് പറയാൻ പറ്റും. കഴിഞ്ഞ ആഴ്ച അതാണ് സംഭവിച്ചത്. അപ്പോൾ ഇന്നലെ മുതൽ ഈ രാത്രി കാലത്തെ താപനിലയിൽ ഒരു ചെറിയ കുറവ് വന്നു തുടങ്ങിയിട്ടുണ്ട്.
ഇപ്പോൾ ഇന്ന് മുതൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അതായത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം കുറച്ച് ഇടിയോട് കൂടിയുള്ള മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. ചൊവ്വാഴ്ചയും പ്രതീക്ഷിക്കുന്നുണ്ട്. ബുധനാഴ്ചയോടുകൂടി ഈ മഴ പെയ്യുന്ന സ്ഥലങ്ങളുടെ എണ്ണത്തിലും മഴയുടെ അളവിലുമൊക്കെ കാര്യമായ പുരോഗതിയും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം ബുധനാഴ്ചയോടുകൂടി ഈ ഉയർന്ന താപനിലയിൽ അതുള്ള അതായത് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ഇപ്പോൾ ഉയർന്ന താപനിലയ്ക്കുള്ള വാർണിംഗ് ഇഷ്യൂ ചെയ്തിട്ടുള്ളൂ. ബുധനാഴ്ചയോടുകൂടി മഴ തുടങ്ങിക്കഴിഞ്ഞ് അന്തരീക്ഷം തണുക്കുന്നതിനും നമ്മൾ ഈ അസഹനീയമായ ഒരു അവസ്ഥയ്ക്ക് ഒരു അവസാനം ഉണ്ടാകുമെന്നാണ് ഇപ്പോഴത്തെ നമ്മളുടെ അനാലിസിസ് കാണിക്കുന്നത്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ആൻറ്റി സൈക്ലോണിൻ്റെ ഒരു സാന്നിധ്യത്തിൽ ടെമ്പറേച്ചർ രാത്രിയും കൂടി നിൽക്കുന്നു. നമുക്കൊക്കെ രാത്രിയും ഒരു സന്ധ്യാസമയത്തും അല്ലെങ്കിൽ ഒരു 7 മണി നേരത്തൊക്കെ പുറത്തിറങ്ങുമ്പോൾ ഒരു പൊള്ളൽ പോലെ ചൂട് നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ ഈ ചൂട് നിലനിൽക്കുന്ന അന്തരീക്ഷത്തിൽ എന്തിൻ്റെ സാന്നിധ്യമാണ്? അത് ഹ്യൂമിഡാണോ? എന്താണ് അതിൻ്റെ ഒരു സാധ്യത ഉണ്ടാകുന്നത്? എന്താ സംഭവിക്കുന്നത്? ഈ കാറ്റ് വീശുമ്പോൾ നമ്മുടെ ചൂട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങി പോവുകയാണ് പതിവ്. ഈ സമയങ്ങളിൽ കാറ്റിനൊന്നും അത്ര പകൽ സമയത്തൊരു ചില തീരപ്രദേശങ്ങളിൽ കടൽക്കാറ്റിൻ്റെ ഒരു ചെറിയ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ കാറ്റും വലിയ ശക്തിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് എന്താ പറയുക, ഒരു പാക്കായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം പോലെയാണ്. അത് ഈ ചൂട് പുറത്തേക്ക് പോകുന്നില്ല ഒരു രീതിയിലും, അന്തരീക്ഷത്തിൻ്റെ മുകൾ തട്ടുകളിലേക്ക് പോകുന്നില്ല, മറ്റു വശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ ആ ചൂട് ഇങ്ങനെ കെട്ടി നിൽക്കുന്ന പോലെ ഒരു പ്രതീതി. അതാണ് രാത്രിയിലും നമുക്ക് പലപ്പോഴും അസഹനീയമായ രീതിയിൽ തന്നെ താപനില, സാധാരണഗതിയിൽ വേനൽക്കാലത്താണെങ്കിൽ പോലും രാത്രിയിൽ അന്തരീക്ഷം ഒന്ന് തണുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ആശ്വാസവും നമുക്ക് ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ കുറച്ച് നാളുകളിൽ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അസഹനീയമായൊരു അവസ്ഥ നമുക്ക് വന്നുപെട്ടത്. ശരാശരി നേരത്തെയൊക്കെ ഉണ്ടായിരുന്ന ശരാശരി ചൂടിൻ്റെ ഒരു കണക്കെടുക്കുമ്പോൾ ഈ വർഷം ഉണ്ടായ ചൂടിൻ്റെ കണക്ക് കൂടുതലാണോ അതോ ശരാശരി എങ്ങനെയാണ് അതിൻ്റെ മാറ്റം വന്നിരിക്കുന്നത്? നമ്മൾ താപനിലയുടെ മെഷർമെൻറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ താപനില 2016 പാലക്കാട് രേഖപ്പെടുത്തി. പിന്നെ 2024 പാലക്കാട് തന്നെയാണതും. ഈ വർഷം അങ്ങനെ നോക്കുകയാണെങ്കിൽ താപനില അതിലേക്ക് കുറവായിരുന്നു. 41.2 നമ്മൾ ഇതുവരെ രേഖപ്പെടുത്തിയ ഏറ്റവും കൂടിയ താപനില പാലക്കാട്. അങ്ങനെ നമ്മൾ ഈ ടെമ്പറേച്ചറിൻ്റെ മെഷർമെൻറ്റ് വെച്ച് നോക്കുമ്പോൾ കുറവാണ്. പക്ഷേ ഈ വർഷം നമ്മൾ ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് കണ്ടീഷൻസിലുള്ള വാർണിംഗ് ഇഷ്യൂ ചെയ്ത ദിവസങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ് ബാക്കി വർഷങ്ങളെ അപേക്ഷിച്ച്. അതായത് ഈ ഉയർന്ന താപനില, ഇപ്പോൾ ഹീറ്റ് വേവ് കണ്ടീഷൻസ് ഉണ്ടായില്ലെങ്കിൽ പോലും ഉയർന്ന താപനിലയ്ക്കും ആർദ്രതയും നിറഞ്ഞൊരു അന്തരീക്ഷമാണ് വളരെ കുറച്ചധികം ദിവസങ്ങളിൽ നീണ്ടു നിന്നു. അതുകൊണ്ടാണ് നമുക്കൊരു എന്താ പറയുക, എല്ലാ വർഷങ്ങളെക്കാളും ചൂട് കൂടുതലുണ്ടെന്നുള്ളൊരു പ്രതീതി വന്നത്. ദിവസങ്ങളുടെ എണ്ണം കൂടുതലാണ്. ചൂട് ഉയർന്നു നിൽക്കുന്ന ചൂടിൻ്റെ ദിവസങ്ങളുടെ എണ്ണം കൂടുതലാണ്. അത് നേരത്തെ അപേക്ഷിച്ച് വലിയ താപനില റെക്കോർഡ് ചെയ്തില്ലെങ്കിലും താപനില കൺസിസ്റ്റന്റ് ആയിട്ട് ഹയർ സൈഡിലായിട്ട് നിന്നു. അത് രാത്രി ഉൾപ്പെടെ ഇങ്ങനെ ചൂട് നിൽക്കാനും പ്രതിചക്രവാത ചുഴിയൊക്കെ പ്രശ്നങ്ങളായി മാറി. പിന്നെ ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലാണ് WMOയുടെ ഒരു വാർത്ത പുറത്തു വന്നത്, അല്ലെങ്കിൽ റിലീസ് പുറത്തു വന്നത്, ഈ വർഷവും എൽനിനോ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. എൽനിനോ സാധ്യത വരുമ്പോൾ ഇനിയും നമ്മുടെ മഴയെ നേരിട്ടത് ബാധിക്കുന്നൊരു വിഷയമുണ്ട്, ഈ ചൂടിനെ ബാധിക്കുന്ന വിഷയമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ എൽനിനോയുടെ സ്വാധീനം എത്ര കണ്ടുണ്ടാകും ഈ വരുന്ന മഴക്കാലത്ത്? തുടങ്ങുന്നത് മെയ്, ജൂൺ, ജൂലൈ എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക, ഒരു സീസൺ എന്നാണ് അവർ പറയുക. 3 മാസത്തെ ഒന്നിച്ച് കണക്കാക്കിയിട്ടാണ് പറയുന്നത്. അപ്പോൾ മെയ്, ജൂൺ, ജൂലൈ എന്ന് പറയുന്ന ആ ഒരു സെഗ്മെൻറ്റിലാണ് എൽനിനോ ഉണ്ടാവാനുള്ള സാധ്യത തുടങ്ങുന്നത്. അതായത് ഏകദേശം ഒരു ജൂൺ മാസത്തോടെ ആയിരിക്കും എൽനിനോയുടെ ആ ഒരു എന്താ പറയുക ക്രൈറ്റീരിയ പ്രകാരം എൽനിനോ എന്ന് വിളിക്കാവുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നതെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മൺസൂണിൻ്റെ ആദ്യ പകുതിയെ ഇത് ഒരുപക്ഷെ സ്വാധീനിച്ചേക്കില്ല. കാരണം എൽനിനോ വന്നതിന് ശേഷവും ഏകദേശം ഒരു 2 മാസത്തോളം ഒരു ഡിലേ ഉണ്ട്, ഒരു ലാഗ് ഉണ്ട്. അതായത് എൽനിനോ എന്ന് പറഞ്ഞ ഈ ടെമ്പറേച്ചറിൻ്റെ വേരിയേഷൻസ് സംഭവിക്കുന്നത് നമ്മളുടെ ഇന്ത്യയുടെ ലോഞ്ചിറ്റ്യൂഡിനേക്കാളും കുറച്ച് ദൂരെയുള്ള സ്ഥലങ്ങളിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രഭാവം നമ്മുടെ അടുത്തേക്ക് എത്താൻ, നമ്മുടെ പ്രദേശത്തേക്ക് എത്താൻ ചെറിയൊരു കാലതാമസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൺസൂണിൻ്റെ ആദ്യ പകുതിയെ ഇത് സ്വാധീനിക്കുമെന്ന് കരുതുന്നില്ല. അങ്ങനെ തന്നെയാണ് IMDയുടെ ഈ എക്സ്റ്റൻഡഡ് റേഞ്ച് ഫോർകാസ്റ്റും മന്ത്ലി ഔട്ട്ലുക്കിലും ഒക്കെ കാണുന്നത്. മെയ് മാസത്തിൽ ശരാശരിയിൽ കൂടുതൽ മഴ IMDയുടെ മന്ത്ലി ഫോർകാസ്റ്റിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്റ്റൻഡഡ് റേഞ്ച് ഫോർകാസ്റ്റിലും ഈ മെയ് ആദ്യ ആഴ്ചയും രണ്ടാമത്തെ ആഴ്ചയും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ശരാശരിയിൽ കൂടുതൽ മഴ ഉണ്ടാകുന്നുണ്ട്.
രണ്ടാമത്തെ മെയ് പകുതിയോടുകൂടി മഴ കാര്യമായി മഴയിൽ അളവിൽ കാര്യമായി കൂടുതലുണ്ടാവും, താപനില ശരാശരിയിൽ കുറവാകുന്നതായിട്ടാണ് നമ്മുടെ മന്ത്ലി ഔട്ട്ലുക്കിൽ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു മെയ് മാസം നമ്മൾക്ക് വലിയ ഈ ചൂടിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ പോവുകയും ഇതുവരെ നമുക്ക് കുറവുണ്ടായിരുന്ന വേനൽ മഴയിൽ അതും ഒരു പരിഹാരമാവും മെയ് മാസത്തെ മഴയെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ഈ എൽനിനോ ഏത് സമയത്ത് വരുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. പൊതുവേ നമ്മുടെ കേരളത്തിലെ മഴയുടെ രണ്ടാം പകുതിയാണ് എൽനിനോ സ്വാധീനിക്കാറുള്ളത്. ഇപ്പോഴത്തെ എൽനിനോയുടെ ഫോർകാസ്റ്റ് നോക്കിക്കഴിഞ്ഞാലും മെയ് ജൂൺ ജൂലൈ മാസങ്ങളിൽ ആണ് എൽനിനോ തുടങ്ങുന്നത് പറഞ്ഞു. ഇപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ ആദ്യ പകുതിയെ ഇത് കാര്യമായി ബാധിക്കാൻ സാധ്യത കാണുന്നില്ല, രണ്ടാം പകുതിയായിരിക്കും. അപ്പോൾ അതായിരിക്കാം ഒരു പക്ഷേ നമ്മുടെ IMDയുടെ സീസണൽ ഔട്ട്ലുക്കിൽ കേരളത്തിൽ ശരാശരിയിലും കുറവ് മഴയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പക്ഷേ രണ്ടാം പകുതിയിൽ മഴ കുറവാകുന്നത് കൊണ്ടായിരിക്കാം നമ്മൾ കേരളത്തിൻ്റെ ആവറേജ് എടുക്കുകയാണെങ്കിൽ അത് ഒരു ശരാശരിയിൽ താഴെയായിട്ട് വരുന്നത്. ആദ്യ 2 മാസങ്ങളിൽ നല്ല മഴ കിട്ടിയാലും അവസാനത്തെ മാസങ്ങളിൽ മഴ കിട്ടിയില്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ശരാശരിയിൽ കുറവാകുമല്ലോ. ആദ്യ പകുതി ഇത് ബാധിക്കില്ല എന്ന് തന്നെയാണ്, കാരണം എൽനിനോ ഇതുവരെ തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് ആദ്യ പകുതി ഇതുവരെ നമ്മളെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അസസ്മെൻറ്റ്. അപ്പോൾ ഈ ഇടവപ്പാതി പെയ്യും എന്ന് തന്നെയാണ്. ഇടവപ്പാതി വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. ഒരു ഗ്ലോബലി എല്ലാവർക്കും വളരെ താല്പര്യമുള്ള എന്താ പറയുക ഒരു ക്ലൈമറ്റ് വെതറിൻ്റെ ഒരു റിജൈം അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനാണ് നമ്മുടെ ഈ സൗത്ത് വെസ്റ്റ് ഇന്ത്യൻ മൺസൂൺ എന്ന് പറയുന്നത്. വളരെ കൃത്യതയോടുകൂടി വരികയും ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതേ ഉള്ളൂ, പക്ഷേ വളരെ കൃത്യതയോടെ തന്നെ വരുന്ന ഒരു കാലാവസ്ഥ മാറ്റമാണ് അല്ലെങ്കിൽ കാലാവസ്ഥയാണ് ഈ ഇന്ത്യൻ മൺസൂൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 1 ജൂൺ എന്ന് പറയുന്നത് 1-ാം തീയതി എന്ന് പറയുന്ന ഒരു വളരെ നാളത്തെ ആവറേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 1 ജൂണിൽ കാലവർഷം വരും എന്നുള്ളത് തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാകുന്നു എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ ജൂൺ 1-ാം തീയതിയുടെ അടുത്ത് തന്നെയാണ് നമ്മൾ ഈ അടുത്ത കാലത്തെല്ലാം മൺസൂൺ വന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. ചില വർഷങ്ങളിൽ വ്യത്യാസമുണ്ട്, ചില വർഷങ്ങളിൽ കഴിഞ്ഞ വർഷം ഒരു ഉദാഹരണമാണ്, വളരെ നേരത്തെ വന്നു, വളരെ വൈകി വന്ന വർഷങ്ങളുമുണ്ട്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമുക്ക് വലിയ ഈ ഇടവപ്പാതി വരുമോ വരില്ലയോ എന്നുള്ള പോലെ അങ്ങനെയുള്ളൊരു ചോദ്യങ്ങളുടെ പോലും ആവശ്യം ഉണ്ടാവില്ല. മഴയുടെ അളവിലൊരു വ്യത്യാസം വരും എന്നുള്ളതല്ലാതെ ഇടവപ്പാതി കൃത്യമായിട്ടും വരും എന്ന് തന്നെയാണ് ഇപ്പോഴും കണക്കാക്കുന്നത്. മൺസൂൺ ഓൺസെറ്റ് ഫോർകാസ്റ്റ് ഒഫീഷ്യലി ഇതുവരെ ഡിക്ലെയർ ആയിട്ടില്ല, അതുകൊണ്ട് അതിനെപ്പറ്റി നമുക്ക് ഇപ്പോൾ ഒരു അഭിപ്രായം പറയാൻ നമുക്ക് പറ്റില്ല. അതുപോലെ തന്നെ ഈ WMOയുടെ ആ ഡാറ്റ വന്നപ്പോൾ അതിൽ പരാമർശിച്ചൊരു വിഷയമാണ് കുറേയൊക്കെ ഈ കാർബൺ പുറന്തള്ളലും ആഗോള താപനവുമായി ബന്ധപ്പെട്ട് ഈ എൽനിനോയുടെ സ്വാധീനം കൂടുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ സാധ്യതകൾ ഫ്രീക്വൻസി കുറയുന്നു എന്നൊരു സൂചന അതിൽ ഞാൻ കണ്ടിരുന്നു. അത് എന്താണ് അതിൻ്റെ ഒരു വസ്തുത? നമ്മൾ ഈ ആഗോള താപനം എന്ന് പറയുന്നത് നമ്മളെ ബാധിച്ച് കഴിഞ്ഞൊരു കാര്യമാണ്, നമ്മൾ അതിൽ കൂടി തന്നെയാണ് പോകുന്നത്. അതുകൊണ്ടുണ്ടായിരുന്ന കാലാവസ്ഥ വ്യതിയാനം നമ്മളെല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഫ്രീക്വൻസി കൂടിയെന്ന് വെച്ചപ്പോൾ ഇതിനു മുമ്പ് തൊട്ട് നമുക്ക് അതിനെപ്പറ്റിയൊരു കോൺക്രീറ്റ് ആയിട്ടൊരു അഭിപ്രായം പറയാൻ പറ്റുമോ എന്നറിയില്ല. പക്ഷേ ഒരു എൽനിനോയുടെ സാധാരണ ഫ്രീക്വൻസി എന്നതിന് 2 മുതൽ 7 വർഷത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് വരിക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു അത്രയ്ക്ക് അങ്ങോട്ട് കൃത്യതയില്ല, പക്ഷേ ഒരു ഏകദേശ പീരിയഡിസിറ്റിയാണ് അത് പറയുന്നത്. അപ്പോൾ നമുക്ക് 2023 എൽനിനോ ആയിരുന്നു, 23-24 എൽനിനോ വർഷമായിരുന്നു. അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ ഒരു ചെറിയൊരു ലാനിന ഒരു എപ്പിസോഡ് വന്നതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ വീണ്ടും ഒരു എൽനിനോയിലേക്ക് പോവുകയാണ്. അപ്പോൾ അത് നമ്മളുടെ മഴയും താപനിലയും നമ്മളുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള എല്ലാ രാജ്യങ്ങളിലെയും താപനിലയും മഴയും അതുപോലെ എക്സ്ട്രീം വെതറിനെയും എക്സ്ട്രീം വെതർ ഉണ്ടാകാനുള്ളൊരു കാരണമാണ് എൽനിനോ വർഷങ്ങൾ. പൊതുവെ ഒന്നുകിൽ വരൾച്ചയാവാം, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ അത് അതിവൃഷ്ടിയായിട്ടും അല്ലെങ്കിൽ വെള്ളപ്പൊക്കമായിട്ടുമൊക്കെ ആയിരിക്കാം. ചില സ്ഥലങ്ങളിൽ വരൾച്ചയും അതുപോലെ ഈ വൈൽഡ് ഫയർ കാട്ടുതീ വളരെ വ്യാപകമായിട്ട് കാട്ടുതീ ഉണ്ടാവുക, ഇങ്ങനെയുള്ള ചില പ്രത്യേകതകളായിരിക്കും. ഇപ്പോൾ എൽനിനോ വർഷങ്ങളിൽ പൊതുവേ പസഫിക്കിൽ ഹരിക്കെയിൻസിൻ്റെ എണ്ണം കൂടുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. അറ്റ്ലാന്റിക്കിൽ ഹരിക്കെയിൻസിൻ്റെ എണ്ണം കുറയും, കാരണം ഈ താപനിലയിലുള്ളൊരു വ്യത്യാസം കൊണ്ട് ഈ ഗ്ലോബൽ ഓഷ്യനിൽ പസഫിക് ഓഷ്യനിലെയും അറ്റ്ലാന്റിക്കും മറ്റൊക്കെയുള്ള ഈ താപനിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസം കൊണ്ട് ഈ ട്രോപ്പിക്കൽ സൈക്ലോൺസിൻ്റെ ഫോർമേഷൻ, അതായത് ഫേവറബിൾ ഏരിയ ഒക്കെ മാറും. ഇപ്പോൾ ഈ എൽനിനോ വർഷങ്ങളിൽ പൊതുവെ പസഫിക്കിൽ കൂടുതൽ
ട്രോപ്പിക്കൽ സൈക്ലോൺസ് അല്ലെങ്കിൽ ടൈഫോൺസ് ഉണ്ടാകുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പല രീതിയിലാണ് എൽ നിനോ എന്ന് പറയുന്നത് ഗ്ലോബലി എല്ലാ സ്ഥലത്തെയും കാലാവസ്ഥയെ മാറ്റിമറിക്കാൻ ശക്തിയുള്ള ഒരു വ്യത്യാസമാണിത്. ഫ്രീക്വൻസി കൂടിയോ എന്നുള്ളത് നമുക്ക് എന്താ പറയുക, ഇപ്പോൾ അത് വളരെ പറയാനൊരു സമയമായിട്ടില്ല. അത് നമുക്ക് ഇപ്പം ഇമ്മച്വർ ടൈമാണ് അത് പറയാനായിട്ട്. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ നമുക്കൊരു എൽ നിനോ ഈ വർഷം വന്നു. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പോൾ ഈ അതിശക്തമായൊരു ചൂട് വരുന്നൊരു സാഹചര്യത്തിൽ ഈ ഡാമുകളിലൊക്കെ വലിയ തോതിൽ വരൾച്ച ഉണ്ടാകുന്നു, ഡാമുകളിൽ ജലനിരപ്പ് താഴുന്നു, അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മളുടെ ഒരു സ്റ്റോറേജ് കപ്പാസിറ്റിയെ കോമ്പൻസേറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ളൊരു മഴ മെയ് മാസത്തിൽ കിട്ടാൻ സാധ്യതയുണ്ടോ? മെയ്യിൽ പൊതുവേ നമ്മളുടെ ഈ മൺസൂൺ മാസത്തെ വെച്ച് നോക്കുമ്പോൾ മെയ്യിൽ ശരാശരി മഴ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് മെയ്യിൽ കിട്ടുന്ന, പക്ഷേ നമ്മുടെ ഫോർകാസ്റ്റിൽ ഒരു പ്രതീക്ഷ നൽകുന്നൊരു ഫോർകാസ്റ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പെയ്യാതിരുന്ന മഴയ്ക്ക് ഒരു കോമ്പൻസേഷൻ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് മെയ് മാസത്തിലെ മഴ. പിന്നെ ഇപ്പോൾ ഈ ചൂടിൻ്റെ കാര്യം തന്നെ വീണ്ടും വരികയാണെങ്കിൽ, ചൂട് ഇനി അധികം ദിവസങ്ങളില്ല എന്നാണോ, അതോ ഇനി എന്തെങ്കിലും സാഹചര്യം അത് മറിയാനുള്ള സാധ്യതയുണ്ടോ, എന്താണ് തോന്നുന്നത്? വാണിംഗ് ഇപ്പോൾ നിർത്തിയെന്ന് മാഡം തന്നെ പറഞ്ഞിരുന്നു. ചൂടിൻ്റെ അവസ്ഥ ഒന്ന് നമ്മളുടെ ഒരു വേനൽക്കാലത്തെ ഒരു സർക്കുലേഷൻ ഫീച്ചേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ഗ്ലോബലി ഉണ്ടാവുന്ന കാറ്റിൻ്റെ ഒരു ആവറേജ് കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ ജനറൽ സർക്കുലേഷൻ എന്ന് പറയുക, അത് ഒരു ആവറേജ് കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ഈ വേനൽക്കാലത്തെ ആ ഒരു വിൻഡിൻ്റെ ആ ഒരു പാറ്റേണിൽ നിന്ന് നമ്മൾ പതുക്കെ മൺസൂൺ കാലത്തെ പാറ്റേണിലേക്ക് പോകുന്ന സമയമാണ് മെയ് മാസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ദക്ഷിണാർദ്ധഗോളത്തിൽ നിന്ന് ഇക്വറ്റോർ കടന്നിട്ട് അതിപ്പോൾ ഭൂമധ്യരേഖ കടന്ന് കാറ്റ് നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക് വരിക, ഇതെല്ലാം മെയ് മാസത്തിലാണ് നടക്കുന്നത്. അപ്പോൾ ആ ഒരു ഫ്ലോ പാറ്റേണിൽ വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, മഴ കിട്ടാൻ, അതായത് നീരാവി നിറഞ്ഞ കാറ്റ് സ്ഥിരമായിട്ട് കേരളത്തിലേക്ക് വരും എന്നുള്ളതും കൂടി ഒരു എന്താ പറയുക, നമ്മുടെ സീസണിൻ്റെ ഒരു മാറ്റം കൂടി വരുന്ന ഒരു മാസമാണ് മെയ് മാസം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കുക വകയുണ്ട്. ഈ ചൂടുകാലം അങ്ങനെ എല്ലാ കാലവും നീണ്ടു നിൽക്കില്ല. പിന്നെ നമ്മുടെ ടെമ്പറേച്ചറിൻ്റെ നോർമൽസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മെയ് സെക്കൻഡ് വീക്ക് മുതൽ ടെമ്പറേച്ചറിൻ്റെ നോർമൽ കുറവാണ്. അതായത് നമ്മുടെ ഏറ്റവും എന്താ പറയുക കഠിനമായ വേനൽക്കാലം മെയ് ആദ്യവാരത്തോടെ ക്ലൈമറ്റോളജിക്കലി കഴിയും, അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കലി മെയ് ആദ്യവാരത്തോടുകൂടി ഈ ഏറ്റവും കഠിനമായ വേനൽക്കാലം നമുക്ക് കഴിയുന്നതാണ് കണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഈ വർഷവും അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മെയ് രണ്ടാമത്തെ വാരത്തോടുകൂടി നമുക്ക് മഴയുടെ അളവിൽ ഗണ്യമായ ഒരു പുരോഗതി പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടുകൂടി എനിക്ക് തോന്നുന്നു ഇപ്പോൾ 2 ദിവസത്തെ വാണിംഗ് നമ്മൾ ആ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യണമല്ലോ വാണിംഗ് ഇഷ്യൂ ചെയ്യണമെങ്കിൽ. അപ്പോൾ ഒരു 37 ഡിഗ്രി താപനില ഏതെങ്കിലും 2 സ്റ്റേഷനിലെങ്കിലും റിപ്പോർട്ട് ചെയ്യണം. പിന്നെ ശരാശരിയിൽ നിന്നുള്ള വ്യത്യാസം 3 ഡിഗ്രി എങ്കിലും ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ മാത്രം നമ്മൾ ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് കണ്ടീഷൻസ്, ഹ്യൂമിഡിറ്റി എന്തായാലും കേരളത്തിലുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് കണ്ടീഷൻസിനുള്ള വാണിംഗ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കണ്ടീഷൻ ഇനി 2 ദിവസത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് ഇന്നത്തെ ഒരു സാഹചര്യം വെച്ച് പറയാൻ പറ്റുന്നത്. ഇനി മഴ നമ്മുടെ കണക്കൂട്ടലനുസരിച്ചിട്ട്, പ്രവചനം അനുസരിച്ചിട്ട് മഴ പെയ്യുമെന്ന് തന്നെയാണ്. ഉച്ചയ്ക്ക് ശേഷം ഒന്ന് എടുത്ത് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന ഇടിയോട് കൂടിയ മഴ എന്ന് പറയുന്നത് അതും നമ്മുടെ ടെമ്പറേച്ചറിനെ റെഗുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മോഡറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രവൃത്തിയാലുള്ളൊരു മെക്കാനിസമാണ്. ഇത് അന്തരീക്ഷത്തിൽ നമ്മുടെ ഭൂമിയും ഭൂമിയോട് ചേർന്നിട്ടുള്ള അന്തരീക്ഷത്തിലെ വായുവും വളരെ ക്രമാതീതമായിട്ട് ചൂട് കൂടിയ വായു മുകളിലേക്ക് പോകുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചൂടിനെ ഈ താഴെത്തട്ടിൽ നിന്ന്, അന്തരീക്ഷത്തിൻ്റെ താഴെത്തട്ടിൽ നിന്ന് മുകളിലേക്ക് ഇത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അതിനെ വിന്യസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ചൂടുള്ള വായുവിനെ അല്ലെങ്കിൽ ചൂടിനെ ഒരു സ്ഥലത്തു നിന്ന് മറ്റു സ്ഥലത്തേക്ക് എന്താ പറയുക മാറ്റാനുള്ള പ്രകൃതി ഒരുക്കിയ എന്താ പറയുക ഒരു മെക്കാനിസമാണ് ഈ തണ്ടർ സ്റ്റോംസ്, അല്ലെങ്കിൽ നമ്മൾ ഇടിയോട് കൂടിയുള്ള ഈ മഴ അല്ലെങ്കിൽ മഴമേഘങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മഴമേഘങ്ങൾ അല്ലെങ്കിൽ ഇടിയോട് കൂടുതൽ മഴ ഉണ്ടായാൽ 2 രീതിയിലാണ് താപനിലയെ അത് നിയന്ത്രിക്കുന്നത്. ഒന്ന്, ഈ ചൂടിനെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, അപ്പർ അറ്റ്മോസ്ഫിയറിലേക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു. പിന്നെ മഴ പെയ്യുമ്പോൾ ഉണ്ടാവുന്ന മഴവെള്ളം ഇവാപ്പറേറ്റ് ചെയ്യുന്ന കൂളിംഗ് തൊട്ട് അങ്ങനെ ഉള്ള 2 രീതിയിലാണ് ഈ ഇടിയോട് കൂടിയുള്ള മഴ പെയ്യുമ്പോൾ ഉള്ള ഈ കൂളിംഗ് ഉണ്ടാവുകയെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വേനൽ മഴ പെയ്യുമ്പോൾ താപനില കുറയുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നത്.
അതുപോലെ തന്നെ ഇനി നേരത്തെ നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ്, ഇനി ഇതുവരെ ചൂടും ഈ കാലഘട്ടമായിരുന്നു, ഏപ്രിൽ മെയ് ആണ് നമ്മൾ ആശങ്കയോടെ സംസാരിച്ചതെങ്കിൽ ഇനി മൺസൂൺ തുടങ്ങുന്നൊരു സാഹചര്യത്തിൽ വലിയ പ്രശ്നങ്ങളൊക്കെ സാധാരണഗതിയിൽ ഈ മൺസൂൺ ശക്തമായ മഴയുണ്ടാകുന്നു, മഴ മുന്നറിയിപ്പിൽ ചില കാലതാമസങ്ങളുണ്ടാകുന്നു, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അന്ന് നേരത്തെയൊക്കെ ഞാൻ മാഡത്തിനെ ഇൻ്റർവ്യൂ ചെയ്ത സമയത്തൊക്കെ പറഞ്ഞിരുന്നു കണ്ണൂരിലുള്ള ഒരു റഡാർ, എക്സ്റ്റൻഷൻ റഡാറിൻ്റെ ഒരു സാധ്യതകളൊക്കെ, അതൊക്കെ ഏതുവരെ എത്തി? ഇപ്പോൾ കാലാവസ്ഥാ മുന്നൊരുക്കങ്ങൾ ഏതുവരെ എത്തി? മാംഗ്ലൂരിലുള്ള റഡാർ ഇപ്പോൾ വർക്കിംഗ് ആണ്. വയനാട്ടിലെ റഡാറിൻ്റെ ഇൻസ്റ്റലേഷൻ അതിൻ്റെ അവസാന ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. മൺസൂണിന് മുമ്പ് അത് കമ്മീഷൻ ചെയ്യും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ നിർമ്മാണത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഘട്ടത്തിലാണ്. ഒരു ഇലക്ട്രിക് കണക്ഷൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അക്സെപ്റ്റൻസ് ടെസ്റ്റ് ഉടനെ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ വടക്കൻ മേഖലകളിൽ അറ്റ്ലീസ്റ്റ് വയനാടിനോട് ചേർന്ന ജില്ലകളിലും നമുക്കൊരു നേരിട്ടുള്ളൊരു കാലാവസ്ഥാ നിരീക്ഷണത്തിന്, അല്ലെങ്കിൽ പൊതുവേ നമുക്ക് നിരീക്ഷണത്തിന് ബുദ്ധിമുട്ടുള്ള ഈ മലയോര മേഖലകളിൽ, പ്രത്യേകിച്ചും വയനാട് പോലെയുള്ള വൾനറബിൾ ആയിട്ടുള്ള ഒരു ഡിസ്ട്രിക്റ്റിൽ നമുക്ക് നേരിട്ട് ക്ലൗഡിനെ ഏറ്റവും സസൂക്ഷ്മം നിരീക്ഷിക്കാനുള്ളൊരു വഴിയാണ് ഈ വയനാട്ടിൽ വരുന്ന റഡാർ എന്ന് പറയുന്നത്. പിന്നെ മാംഗ്ലൂരത്തെ വർക്കിംഗ് ആണ്. പിന്നെ കൊച്ചി റഡാർ ഇപ്പം ഫങ്ഷനിലാണ്, തിരുവനന്തപുരം റഡാറും ഫങ്ഷനിലാണ്. ഈ വേനൽക്കാലത്താണ് സ്വതവേ ഈ മെയിൻ്റനൻസുകളൊക്കെ നടക്കുക. അതെല്ലാം നടന്നിട്ടുണ്ട്. തിരുവനന്തപുരത്തെയും കൊച്ചിയിലെയും റഡാറുകളുടെ മെയിൻ്റനൻസൊക്കെ നടന്നിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ എന്താ പറയുക, നമ്മൾ ഒരു റിവ്യൂ മീറ്റിംഗ് എല്ലാ മൺസൂൺ സീസണിന് മുമ്പും വരാറുണ്ട്. അപ്പോൾ നമ്മൾ സൈക്ലോൺ സീസണിന് മുമ്പ് ഒരു റിവ്യൂ മീറ്റിംഗ് നടന്നിരുന്നു. അപ്പോൾ നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ ഒരു സ്റ്റാറ്റസ്, എല്ലാത്തിൻ്റെയും ഫങ്ഷണൽ സ്റ്റാറ്റസും മറ്റൊക്കെ ഒന്ന് അസസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ മൺസൂണിന് തൊട്ട് മുമ്പും മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു അസസ്മെൻറ്റ് നടത്താറുണ്ട്. അപ്പോൾ പരമാവധി നമ്മൾ ചെയ്യാവുന്ന, അതായത് റെക്ടിഫൈ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും റെക്ടിഫൈ ചെയ്തുകൊണ്ടാണ് നമ്മൾ മൺസൂൺ സീസണിലേക്ക് പ്രവേശിക്കുക. ഇപ്പോൾ നേരത്തെ നമുക്ക് അറിയാവുന്നതാണ് ലക്കിടി, അതായത് വയനാട് സാങ്കേതികമായി വയനാടല്ല എങ്കിൽ കൂടി വയനാട് ആ പ്രദേശങ്ങളിലൊക്കെ ശക്തമായ മഴ പെയ്യുന്നൊരു സാഹചര്യമുണ്ട്. ഈ അടുത്ത കാലങ്ങളിൽ വയനാട് അങ്ങനെയുള്ള ചില മേഖലകളിലൊക്കെ മഴ കുറയുന്നു എന്നൊരു കണക്കുകളൊക്കെ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞത് വസ്തുതയാണോ? അത് അങ്ങനെ ഒരു അനാലിസിസ് നടത്തി നോക്കിയിട്ടില്ല ഞങ്ങൾ. കാരണം നമ്മൾ ഓരോ പോയിന്റിൽ റെയിൻഫോൾ കുറഞ്ഞോ എന്നുള്ളത് അത്രയ്ക്ക് നമ്മൾ ഒരു ഓവറോൾ ഡിസ്ട്രിക്റ്റ് അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് എന്നുള്ള രീതിയിൽ ഇതുവരെ അസസ്മെൻറ്റ് നടത്തിയിട്ടുള്ളൂ. അതിൽ നിന്ന് പക്ഷേ ഓരോ സ്റ്റേഷനിൽ റെയിൻ എങ്ങനെ വേരി ചെയ്യുന്നു അതിനെപ്പറ്റി നോക്കിയിട്ടില്ല. അത് നോക്കിയാലേ അറിയുള്ളൂ. ഒന്ന് IMDയുടെ സ്റ്റേഷൻ അല്ല എന്നുള്ളതൊരു പ്രശ്നമാണ്. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഈ അടുത്ത കാലത്തുണ്ടാകുന്ന ചില മഴ മുന്നറിയിപ്പുകളിലൊന്നും വയനാട് ഉൾപ്പെട്ട് കാണുന്നുമില്ല. അങ്ങനെയൊക്കെ കണ്ടപ്പോഴാണ് ഞാനിങ്ങനെ ഒരു സംശയാസ്പദമായൊരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെയല്ല, നമ്മൾ ഒരു കാലാവസ്ഥ സാഹചര്യം അനുകൂലമാണെങ്കിൽ വയനാടൊക്കെ പ്രത്യേകിച്ചും മഴ കൂടുതൽ കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ മഴ കുറഞ്ഞെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കാരണമുണ്ടോ എന്നുള്ളതും അന്വേഷിച്ചിരിക്കുന്നു. പിന്നെ റെയിൻ ഗേജിൻ്റെ എക്സ്പോഷർ കണ്ടീഷൻ തൊട്ട് നമ്മൾ നോക്കണം. ആ സമയത്ത് റെയിൻ ഗേജ് വെച്ചിരിക്കുന്ന സ്ഥലത്ത് മറ്റ് തടസ്സങ്ങളൊന്നും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തൊട്ട് നമുക്കതിനെ എക്സാമിൻ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ പറഞ്ഞത് ഒരു പ്രാവശ്യം ഞങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിശക്തമായ മഴയുടെ സാഹചര്യം, മഴ പെയ്യും, അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന അതിശക്തമായ മഴ, അതിൻ്റെ സാഹചര്യങ്ങളിൽ ഈ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു പ്രാഥമിക നിരീക്ഷണത്തിലേക്ക് എത്താവുന്ന ഏതെങ്കിലും ഡാറ്റ ഇപ്പോഴുണ്ടോ? ഇല്ല. അതിപ്പോൾ നമ്മൾ ഈ ദീർഘകാലാടിസ്ഥാനത്തിൽ പറയുന്ന പ്രവചനങ്ങളൊക്കെ ഒന്ന് ശരാശരിയാണോ, ശരാശരിയിൽ കൂടുതലാണോ, ശരാശരിയിൽ കുറവാണോ, ഇങ്ങനെ വളരെ ക്വാളിറ്റേറ്റീവായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഏകദേശ രൂപം മാത്രമേ നമുക്ക് തരുന്നുള്ളൂ. നമ്മൾ ഈ ജില്ലാടിസ്ഥാനത്തിലുള്ള വാണിംഗ് മാപ്പുകൾ, അല്ലെങ്കിൽ നമ്മൾ ഷോർട്ട് ടു മീഡിയം റേഞ്ച് ഫോർകാസ്റ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി, നമ്മൾ 5 മുതൽ 10 വരെ ദിവസങ്ങൾ കാലയളവുള്ള ഫോർകാസ്റ്റുകൾ, നമ്മൾ ഈ ജില്ലാടിസ്ഥാനത്തിലെ വാണിംഗ് മാപ്പ് ആ ഒരു കാറ്റഗറി വരുന്ന, അതിലാണ് നമ്മൾ ഏതെല്ലാം ദിവസങ്ങളിൽ മഴ പെയ്യും, ഏതെല്ലാം ജില്ലകളിൽ കൂടുതൽ മഴ പെയ്യും എന്നുള്ളൊരു കൃത്യതയോടെ കൂടി അതിലാണ് നമ്മൾ എന്താ പറയുക, ഒരു കുറച്ചുകൂടെ ചെറിയ സ്കെയിലിൽ നമ്മൾ പറയുന്നത്. പക്ഷേ അല്ലെങ്കിൽ നമ്മൾ ഈ എക്സ്റ്റൻഡഡ് റേഞ്ച്, ഒരു ആഴ്ചയുടെ ആവറേജ്, ഈ ആഴ്ചയിലും അടുത്ത ആഴ്ചയിലും അതിൻ്റെ അടുത്ത വരുന്ന ആഴ്ചകളിലും മഴ ശരാശരിയിൽ കൂടുതലാണോ കുറവാണോ, താപനില ശരാശരി കൂടുതലാണോ കുറവാണോ, ഇങ്ങനെ മാത്രമേ അത് പറയുന്നുള്ളൂ. പിന്നെ നമുക്ക് ശരാശരിയിൽ കൂടുതലാണെന്നുണ്ട് ഒന്ന് പറയുവാണെങ്കിൽ അത് നമ്മളൊരു ഈ ആദ്യം സൂചിപ്പിച്ചുള്ളൊരു സർക്കുലേഷൻ ഫീച്ചർ അല്ലെങ്കിൽ വിൻഡിൻ്റെ പാറ്റേൺ എന്ന് പറയില്ല. അപ്പോൾ അതൊക്കെ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ഒരു ഏകദേശം ഒരു ധാരണ ഫോർകാസ്റ്റ് എന്ന നിലയ്ക്ക് ഞങ്ങൾക്കുണ്ടാകും. പക്ഷെ അത് നമ്മൾ
ശരാശരിയിൽ കൂടുതലോ കുറവോ എന്നുള്ള രീതിയിൽ മാത്രമേ ഉള്ളൂ സർക്കാരിലേക്കാണെങ്കിലും പബ്ലിക്കിനാണെങ്കിലും അത് പറയുള്ളൂ. പക്ഷേ ഈ 5 ദിവസം അല്ലെങ്കിൽ 7 ദിവസം എന്നുള്ള ആ ഫോർകാസ്റ്റിലാണ് നമ്മൾ കൃത്യമായിട്ട് ഏതെല്ലാം ദിവസങ്ങളിൽ മഴ കൂടുതൽ പ്രതീക്ഷിക്കാം എന്നുള്ള രീതിയിലേക്ക്, അതാണ് ആ ഫോർകാസ്റ്റിങ്ങിൻ്റെ ഒരു രീതി. കാരണം നമുക്ക് അത്രയ്ക്കുള്ള നമ്മുടെ സാങ്കേതിക വളർച്ചയെന്ന് നമ്മൾ എത്ര പറഞ്ഞാൽ പോലും കമ്പ്യൂട്ടറുകളുടെയൊക്കെ ഒരു ഡാറ്റ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റിയൊക്കെ നമ്മൾ 10 ദിവസത്തിൽ കൂടുതൽ അത് ഈ മോഡലുകളും അതിനനുസരിച്ച് വ്യത്യാസമാണ്. നമ്മൾ ഈ 10 ദിവസം വരെയുള്ള കാലാവസ്ഥ പ്രവചിക്കാൻ ഉപയോഗിക്കുന്ന മോഡലുകളിൽ നമ്മൾ എല്ലാത്തരം ഒബ്സർവേഷൻസ് എടുക്കുന്നു, അതാണ് അതിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുക്കുക. അതിൽ ഏറ്റവും എന്താ പറയുക ചെറിയ ഫ്ലക്ച്വേഷൻസ് പോലും റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള മോഡൽ ആണ് നമ്മൾ ഈ ഡെയിലി ഫോർകാസ്റ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ പരാമർശിക്കാതെ പോയൊരു വിഷയമാണ് കടലിലെ പല പ്രതിഭാസങ്ങൾ ഈ ചൂട് കൂടുമ്പോൾ ഉണ്ടാകാറ്. കള്ളക്കടൽ പ്രതിഭാസം എന്നൊക്കെ നമ്മൾ പറയുന്ന സംഭവങ്ങളുണ്ട്. അത്തരത്തിലുള്ള ഈ കടലും അത് വലിയൊരു തീരപ്രദേശമുള്ളൊരു സംസ്ഥാനമാണ് കേരളം. അതുപോലെ തന്നെ സ്വാഭാവികമായും വലിയ തീരപ്രദേശങ്ങളുണ്ട് ഭാരതത്തിൽ മൊത്തം നോക്കുകയാണെങ്കിൽ. ഈ തീരപ്രദേശത്ത് ഈ കാലാവസ്ഥയുടെ ഇത്തരത്തിലുള്ള ചൂട് കൂടുന്ന സാഹചര്യം, അതുപോലെ തന്നെ വരാനിരിക്കുന്ന മഴയുടെയൊക്കെ സാഹചര്യത്തിൽ ഏത് രീതിയിലാണ് ആ തീരപ്രദേശത്ത് അതിൻ്റെ ഒരു ആഘാതം ഉണ്ടാകാൻ സാധ്യത? കള്ളക്കടൽ പൊതുവെ ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് വരുന്നത്. ഇപ്പോൾ മഴയോടനുബന്ധിച്ച് നമുക്ക് ഈ പ്രക്ഷുബ്ധമായ കാലാവസ്ഥ എന്ന് നമുക്ക് ഒറ്റവാക്കി പറയാം. അതായത് കാറ്റും കോളും ഉണ്ടാവും, അതിശക്തമായ മഴയുണ്ടാവും, തിരകളൊക്കെ വളരെ ഉയരത്തിലായിരിക്കും. കാരണം മൺസൂൺ കാറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ശക്തിയുള്ള സമയത്താണെങ്കിൽ പ്രത്യേകിച്ചും കടൽ മുഴുവനും പ്രക്ഷുബ്ധമായിരിക്കും. അത് സ്വാഭാവികമായിട്ടും തീരത്തും അത് റിഫ്ലക്റ്റ് ആകും, അല്ലെങ്കിൽ തീരത്തെയും അത് ബാധിക്കും. അതാണ് മഴക്കാലത്തിൻ്റെ ഒരു പ്രത്യേകത. ഒരു വിധപ്പെട്ട എല്ലാ ഓപ്പറേഷൻസും ആ സമയത്ത് നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ വരും, മൺസൂൺ കാറ്റ് വളരെ ശക്തിയാണെങ്കിൽ. അതുപോലെ തീരപ്രദേശത്ത് ചൂട് കൂടുമ്പോഴത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഉണ്ടാവുന്ന മഴയ്ക്കും ഇപ്പോൾ മഴയുടെ അളവിലും അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി ശക്തിക്കൊക്കെ വളരെ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള മഴയാണ്. അതെല്ലാം ഈ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു കാര്യമാണ്. അന്തരീക്ഷം കൂടുതൽ ചൂടാകുമ്പം അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന നീരാവിയുടെ അളവ് കൂടുതലായിരിക്കും. അപ്പോൾ അത് തണുക്കുമ്പോൾ കൂടുതൽ മഴ പെയ്യും. അതുകൊണ്ടാണ് ചുരുങ്ങിയ സമയത്തിനകത്ത് അതിശക്തമായ മഴ അല്ലെങ്കിൽ വളരെ കൂടുതൽ മഴ പെയ്യുന്ന ഒരു സാഹചര്യം വരുന്നത്. അപ്പോൾ ഇതെല്ലാം പിന്നെ തീരപ്രദേശത്ത് ഈ മഴക്കാലത്ത് പ്രത്യേകിച്ചും സ്വാഭാവികമായിട്ടും വളരെ എന്താ പറയുക ഒരു അത്ര സേഫ് അല്ലാത്തൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും എപ്പോഴും. പിന്നെ ഈ കടൽ ജലം ചൂടാവുക അല്ലെങ്കിൽ ഈ എൽനിനോ വർഷങ്ങളിൽ, അപ്പോൾ നമുക്കിവിടെ അറേബ്യൻ സീ ചൂട് കൂടുന്ന വർഷങ്ങളിൽ സൈക്ലോൺസ് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അത് കൃത്യമായിട്ടും മൺസൂൺ സമയത്ത് തന്നെ ആയിരിക്കില്ല, മൺസൂണിന് ശേഷമാണത് പൊതുവെ അങ്ങനെ കണ്ടിട്ടുള്ളത്. പിന്നെ ഇതുവരേക്കും നമ്മുടെ ഈ മൺസൂണിന് മുമ്പുള്ള ഈ സമയങ്ങളിൽ ഇതുവരേക്കും ഒരു സൈക്ലോൺ ഉണ്ടാകാനുള്ളൊരു സാഹചര്യം ഇതുവരേക്കും ഉരുത്തിരിഞ്ഞിട്ടില്ല. അതിപ്പോൾ ഇനി മെയ് മാസത്തിലാണ്. ഏപ്രിലിൽ പൊതുവെ ഫ്രീക്വൻസി ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കുറവാണ്. മെയ് മാസത്തിലാണ് പിന്നെയും കൂടുതൽ സാധ്യതയുള്ളത്. അപ്പോൾ ഇതുവരേക്കും ഒരു ഫോർകാസ്റ്റുകൾ അതുവരെ ഇൻഡിക്കേറ്റ് ചെയ്തില്ല. പക്ഷേ മെയ് മാസത്തിൽ നമുക്ക് സൈക്ലോൺ ഉണ്ടായാൽ സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അറബിക്കടലിലാണെങ്കിലും ബംഗാൾ ഉൾക്കടലിലാണെങ്കിലും മെയ് മാസത്തിൽ സൈക്ലോണുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കടൽ ചൂടാവുകയാണെങ്കിൽ സൈക്ലോണിൻ്റെ സാധ്യതകളും അതിനനുസരിച്ചിട്ട് കൂടാറുണ്ട്. അത് നമ്മൾ 2019 ഒരു ഉദാഹരണമായിട്ട് പറയുന്നൊരു വർഷമാണ്. ഓക്കെ, താങ്ക് യു മാം. വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. നേരത്തെ നമ്മൾ ഈ ചൂടിൻ്റെ ഒരു ഭയത്തിലാണ് വന്നത്, പക്ഷേ ചൂടിൻ്റെ ആ ഒരു ഭയം ഇപ്പോൾ ഇല്ലാതായി. അധികം ചൂടുണ്ടാവില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. താങ്ക് യു വെരി മച്ച്.